അടുത്തൊരു ന്യൂസാണ്. ആശങ്ക പടർത്തി അജ്ഞാത രോഗം. കോങ്കോയിൽ 79 മരണം. കോങ്കോയിൽ പടർന്നു പിടിച്ച അജ്ഞാത രോഗം ഡിസീസസ് എക്സ് എന്ന പേരിട്ടിരിക്കുന്ന രോഗം ബാധിച്ച് 79 പേരാണ് മരിച്ചത്. 15-നും 18-നും ഇടയിൽ പ്രായമുള്ളവരിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പം 79 പേരാണ് ഈ രോഗം ബാധിച്ചപ്പോൾ മരിച്ചിരിക്കുന്നത്. അപ്പോൾ 15-നും 18-നും ഇടയിൽ പ്രായമുള്ളവരാണ് കൂടുതൽ ഇതിനകത്ത് മരിച്ചിട്ടുള്ളത്. ഇൻഫ്ലുവൻസ പോലുള്ള അസുഖം ബാധിച്ച് 376 പേരിൽ 200 പേരും 5 വയസ്സിന് താഴെയുള്ളവരാണെന്ന് ആഫ്രിക്കൻ സെന്റേഴ്സ് ഫോർ ഡിസീസസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ അറിയിച്ചു. ഒക്ടോബർ 24-നാണ് തെക്കു പടിഞ്ഞാറൻ പ്രവേശിയായ പാൻസിയിൽ പനി, തലവേദന, ചുമ, ശ്വസിക്കാൻ ബുദ്ധിമുട്ട്, വിളർച്ച തുടങ്ങിയ ലക്ഷണങ്ങളുമായി കേസുകൾ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പനി, തലവേദന, ചുമ, പിന്നെ ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്, വിളർച്ച തുടങ്ങിയൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ ഇത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തു. പിന്നെ രോഗം വായുവിലൂടെ പകരുന്നുവെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. കിൻഷാസയിലെ ദേശീയ ലാബിൽ രോഗികളുടെ സാമ്പിളുകളുടെ പരിശോധനകൾ പൂർത്തിയാക്കുന്നതോടെ കൂടുതൽ വിവരങ്ങൾ പുറത്താകുമെന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ ഇറ്റലിയിലെ ലൂക്കയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 50 വയസ്സുകാരനിലും രോഗം സംശയിക്കുന്നു. അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളിൽ പോഷകാഹാരക്കുറവ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് പകർച്ചവ്യാധിയുടെ ഉറവിടം തിരിച്ചറിയുന്നതിൽ സങ്കീർണത വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ പോഷകാഹാരക്കുറവ് ഉള്ളതുകൊണ്ട് തന്നെ പകർച്ചവ്യാധികളുടെ ഉറവിടം കണ്ടെത്തുന്നതിനും വളരെയധികം പ്രതിസന്ധിയാണ്. അക്യൂട്ട് ന്യൂമോണിയ, ഇൻഫ്ലുവൻസ, കോവിഡ്-19, 5-ാം പനി, മലേറിയ എന്നിവയുടെ ചികിത്സാ മാനദണ്ഡങ്ങളാണ് രോഗികൾക്ക് പരിചരണം നൽകുന്നത്. ജോഹന്നാസ്ബർഗിൽ നിന്നും ആഡിസ് അബാബയിൽ നിന്നും എത്തുന്ന സന്ദർശകർക്കായി വിമാനത്താവളത്തിൽ പരിശോധന കർശനമാക്കുമെന്ന് ഹോങ്കോങ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം വീണ്ടും ഒരു കോവിഡിന് സമാനമായിട്ടുള്ള ഒരു രോഗമാണിത്. വായുവിലൂടെ പകരുന്നല്ലേ പറയുന്നത്. പിന്നെ പനി, തലവേദന, ചുമ, ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്, വിളർച്ച എന്നിവയ്ക്കാണ് ഇതിന്റെ ലക്ഷണങ്ങളും. 79 പേര് നിലവിൽ മരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ 15-നും 18-നും ഇടയിലുള്ള പ്രായമായവരാണ് കൂടുതലും മരിക്കുന്നത്. പിന്നെ 50 വയസ്സുള്ള ഒരാളിലും രോഗം സംശയിക്കുന്നുണ്ട്. ഇപ്പം വായുവിലൂടെ പകരുന്നതായതുകൊണ്ട് നമ്മളൊന്ന് ചുമക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഒക്കെ അത് മറ്റുള്ളവരിലേക്ക് പകരും. പിന്നെ അത് മാത്രമല്ല, ഇപ്പം വേറൊരു നാട്ടിലാണെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല, അത് എപ്പോ വേണേലും കറങ്ങിത്തിരിഞ്ഞ് അങ്ങനെയായിരുന്നല്ലോ കോവിഡ് വന്നത്. അപ്പം കാര്യം എല്ലാവരും ഇപ്പൊ ഇന്ത്യക്കാർ നേരത്തെ പറഞ്ഞ പോലെ എല്ലായിടത്തും ഉണ്ട്. അപ്പം ഒരസുഖം വരുമ്പോൾ ചിലപ്പോൾ നാട്ടിലോട്ട് തിരിച്ചു വരുവാണെങ്കിൽ അത് നമ്മുടെ ഇങ്ങോട്ടേക്ക് സ്പ്രെഡ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം എല്ലാവരും കരുതലോടെ ഇരിക്കുക, വ്യക്തി ശുചിത്വം പാലിക്കുക, നമ്മൾ അസുഖങ്ങൾ വരുത്താതിരിക്കുക, വരാതിരിക്കട്ടെ എന്ന് നോക്കുക. പക്ഷെ ഇതിനകത്ത് അതെ ഇത്തരത്തിലുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിപ്പോ ഈ അസുഖം തന്നെ ആവണമെന്നില്ല, എന്താണേലും ഹോസ്പിറ്റലിൽ കാണിക്കുക. അപ്പൊ അതനുസരിച്ചുള്ള അതിന് പ്രതിവിധികൾ ഉണ്ടാവും.